വേദങ്ങളുടെ സാരാംശം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ അന്തിമമായി ആവിർഭവിച്ച വ്യാഖ്യാനങ്ങളാണ് ഉപനിഷത്തുകൾ. അതിൽ ആത്മജ്ഞാനത്തിന്റെ വഴികൾ കർമ്മോപാസനകളെക്കൂടി സ്വീകരിച്ച് വിശദമാക്കുന്നു. ഒട്ടേറെ ഉപനിഷത്തുകൾ ഉണ്ടെങ്കിലും അതിൽ 10 ഉപനിഷത്തുകളാണ് പ്രധാനം. ഭൗതിക ജീവിതത്തിൽ നിന്നും ആത്മീയതയിലേക്കുള്ള വഴികളാണ് ഉപനിഷത്തുകൾ നമുക്ക് കാണിച്ചു തരുന്നത്. സംസ്കൃത പണ്ഡിതനും അധ്യാപകനും പ്രഭാഷകനുമായ പ്രൊഫസർ PVV നമ്പൂതിരി 10 പ്രധാന ഉപനിഷത്തുകളെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. സ്റ്റോറിയോയ്ക്ക് വേണ്ടി ദ ബ്ലൂ ഡോട്ട് സ്കൂൾ ഒരുക്കുന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം. വേദങ്ങളും വേദാംഗങ്ങളും ദർശനങ്ങളും ഉപവേദങ്ങളും ധർമ്മശാസ്ത്രവും കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അറിയേണ്ടത് ഉപനിഷത്തുകളെക്കുറിച്ചാണ്. ഉപനിഷത്തുകൾ വാസ്തവത്തിൽ വേദങ്ങളിലെ ഒരു അന്തിമമായ വ്യാഖ്യാനമാണ്. വേദങ്ങൾക്ക് പല കാലഘട്ടങ്ങളിൽ പല വ്യാഖ്യാന ഭേദങ്ങളുണ്ടായിട്ടുണ്ട്. വ്യാഖ്യാനമുണ്ടാകുന്നത് അതാത് കാലഘട്ടങ്ങളിൽ വേദത്തിൻ്റെ പരിപാവനമായ അർത്ഥം എന്താണെന്ന് അതാത് കാലഘട്ടങ്ങളിലുള്ള ജനങ്ങൾക്ക് വ്യക്തമാകാതെ വരുമ്പോഴാണ് വ്യാഖ്യാനങ്ങൾ ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ വേദങ്ങൾക്ക് ശേഷം കുറേ കാലങ്ങൾക്ക് ശേഷം ബ്രാഹ്മണങ്ങൾ എന്ന ഒരു വിധത്തിലുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളുണ്ടായി. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് യജ്ഞങ്ങളുടെയും യജ്ഞവിധാനങ്ങളുടെയും സ്വരൂപമാണ്. വേദത്തിൻ്റെ കർമ്മകാണ്ഡത്തിൽ വിശദമാക്കിയിരിക്കുന്ന അനേക തരത്തിലുള്ള യജ്ഞങ്ങൾ എങ്ങനെ ആചരിക്കണമെന്ന് ആചരണവിധികളോടെ നമ്മെ ബോധ്യമാക്കുന്ന ഒരു വ്യാഖ്യാന പരമ്പരയായി മാറി ബ്രാഹ്മണങ്ങൾ. അതിനുശേഷം ആരണ്യകങ്ങളുണ്ടായി. അതും വേദത്തിൻ്റെ കർമ്മകാണ്ഡമല്ലെങ്കിലും കർമ്മകാണ്ഡത്തെയും ജ്ഞാനകാണ്ഡത്തെയും തമ്മിൽ സംബന്ധിപ്പിക്കുന്ന ഒരു വാനപ്രസ്ഥ ധർമ്മത്തെക്കുറിച്ചുള്ള സുദീർഘമായ ഒരു വ്യാഖ്യാനമാണ്. ഋഷിമാർക്കും വാനപ്രസ്ഥന്മാർക്കും അനുഷ്ഠിക്കേണ്ടുന്ന ധർമ്മസംഹിതകൾ എന്തൊക്കെയാണെന്ന് ആ ആരണ്യങ്ങളിൽ വ്യക്തമാണ്. അതിനുശേഷം ഉപനിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ജ്ഞാനമാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത്. വേദങ്ങളിലെ ജ്ഞാനകാണ്ഡത്തിൻ്റെ സമ്പൂർണമായ ഒരു അവതരണമാണ് ഉപനിഷത്തിൽ കാഴ്ചവെക്കുന്നത്. വേദത്തിന് അന്തിമമായി ഉണ്ടായ വ്യാഖ്യാനം എന്നുള്ള അർത്ഥത്തിന് വേദാന്തം എന്നൊരു പേരും കൂടി വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉപനിഷത്തുകൾക്ക് വേദാന്തം എന്നൊരു പേര് പിന്നീട് രൂഢമൂലമായി. അപ്പോൾ വേദത്തിൻ്റെ ആധ്യാത്മികമായ ജ്ഞാനാത്മകമായ അറിവ് പദ്ധതി എന്താണെന്ന് ഓരോ ഉപനിഷത്തുകളും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ അതിലേക്കെത്താൻ വേണ്ടിയുള്ള ഈ കർമ്മകാണ്ഡവുമായുള്ളൊരു ബന്ധവും ഉപാസനാ രൂപത്തിൽ ചിലയിടത്തൊക്കെ കാണാം. അങ്ങനെ ഉപനിഷത്തുകൾക്ക് ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യമുണ്ടായി. 4 വേദങ്ങളിൽ നിന്നും 4 ശാഖകളിൽ നിന്നും അനേക ശാഖോപശാഖകളിലൂടെ വേർതിരിയപ്പെട്ട വേദങ്ങളിൽ നിന്നും അതാത് ശാഖകളിൽ നിന്നും ബ്രാഹ്മണങ്ങളും ആരണ്യങ്ങളും ഉപനിഷത്തുകളും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അസംഖ്യം ഉപനിഷത്തുകളുണ്ടാവാം. അതിൽ നമ്മൾക്ക് ലഭ്യമായ ഉപനിഷത്തുകൾ ഏതാണ്ട് 108ഓളം ഉപനിഷത്തുകൾ ഇന്ന് പ്രകാശിതമാണ്.
ഇത് ഗ്രന്ഥരൂപേണ നമുക്കിവിടെ കിട്ടാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകളാണ്. ഈ 10 ഉപനിഷത്തുകൾക്ക് ശങ്കരാചാര്യസ്വാമികൾ വ്യാഖ്യാനം എഴുതി ഒന്നുകൂടി പ്രസിദ്ധപ്പെടുത്തിയപ്പോൾ ഈ 10 ഉപനിഷത്തിന് പ്രചുരമായൊരു പ്രചാരം നമ്മുടെ ഇടയിൽ അടുത്ത കാലത്ത് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ 10 ഉപനിഷത്തുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പുറപ്പെടുന്നത്. അപ്പം ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഉപനിഷീദതി ഇതി ഉപനിഷത്തെന്നാണ്. ഉപ എന്നുള്ളത് ഉപസർഗമാണ്, നീ എന്നുള്ളത് ഉപസർഗമാണ്. ഫദ് എന്ന ധാതുവിൽ നിന്നും ഈ 2 ഉപനിഷത്തുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പദമാണ് ഉപനിഷത്ത്. ഫദ് എന്നുള്ള വാക്കിന് ഗതി, വിശരണം, അവസാദനം എന്ന് 3 അർത്ഥങ്ങൾ ധാതുപാഠങ്ങളിലുണ്ട്. ഒന്ന് ഗതിയാണ്. ഗതി എന്ന് വെച്ചാൽ പോക്ക് എന്നാണ് അർത്ഥം. പിന്നൊന്ന് വിശരണം എന്ന് വെച്ചാൽ നശിപ്പിക്കുക എന്നർത്ഥം. അവസാദനം എന്നതിന് എത്തിച്ചേരുക എന്നും അർത്ഥമുണ്ട്. അപ്പം ആചാര്യൻ്റെ സമീപത്തിൽ ഇരുന്ന്, ഉപ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അടുത്ത് എന്നാണ്, നീ എന്ന വാക്കിൻ്റെ അർത്ഥം താഴെ എന്നാണ്. ആചാര്യൻ്റെ സമീപത്തിൽ താഴെ ഇരുന്ന് ശിഷ്യന്മാർ അഭ്യസിക്കുന്ന ആത്മവിദ്യയുടെ പേരാണ് ഉപനിഷത്ത് എന്ന് വരും. യാതൊരു വിദ്യ അഭ്യസിച്ചാലാണോ ഗതി ഉണ്ടാകുന്നത്? ഗതി എന്ന് വെച്ചാൽ ലക്ഷ്യത്തിലേക്കുള്ള പോക്കാണ്. എന്താ ലക്ഷ്യം എന്ന് ചോദിച്ചാൽ അപവർഗമാണ്, അല്ലെങ്കിൽ സായുജ്യമാണ്. അതിലേക്കുള്ള പോക്ക് യാതൊരു വിദ്യ അഭ്യസിച്ചാലാണോ ഈ ഗതി ലഭിക്കുന്നത്, അതാണ് ഉപനിഷത്ത്. അത് ആചാര്യൻ്റെ, ഗുരുവിൻ്റെ അടുക്കൽ താഴെ ചെന്നിരുന്ന് ശിഷ്യൻ അഭ്യസിക്കുന്ന സമ്പ്രദായം കൂടി ഇതിൽ കൂടി വ്യക്തമാണ്. പിന്നൊന്ന്, യാതൊരു വിദ്യ അഭ്യസിച്ചാലാണോ ഭൗതികങ്ങളായ സമസ്ത ക്ലേശങ്ങളും നശിക്കപ്പെടുന്നത്, അതും ഉപനിഷത്താണ്. അതുകൊണ്ട് തന്നെ ഉപനിഷത്തൊരു വിദ്യയാണ്, അതൊരറിവാണ്. യാതൊന്ന് അറിഞ്ഞാലാണോ എല്ലാവിധ ഭൗതിക ദുഃഖങ്ങളും വിഷയങ്ങളും നഷ്ടപ്പെടുന്നത്, നശിക്കുന്നത്, അതുതന്നെ ഉപനിഷത്ത്. പിന്നെ അവസാദനം എന്നുള്ള അർത്ഥം എത്തിച്ചേരുക എന്നാണ്. യാതൊരു വിദ്യ അറിഞ്ഞാലാണോ എത്തിച്ചേരേണ്ട ദിക്കിലേക്ക് മനുഷ്യൻ എത്തിച്ചേരാൻ പറ്റുന്നത്, അത് അപവർഗത്തിലേക്കാണ്, മോക്ഷത്തിലേക്കാണ്. അങ്ങനെ എത്തിച്ചേരുന്നാൻ സഹായിക്കുന്ന വിദ്യയാണ് ഉപനിഷത്ത്. അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും ഉപനിഷത്തിന് വിദ്യ എന്നുള്ള അർത്ഥം തന്നെ സ്പഷ്ടമാണ്. അത് ആചാര്യൻ്റെ സമീപത്തിലിരുന്ന് താഴെയിരുന്ന് രഹസ്യമായി പഠിക്കുന്ന ഏറ്റവും ബൃഹത്തായ ഒരു വിദ്യയായി ഉപനിഷത്ത് രൂപാന്തരപ്പെട്ടു. അതാണ് ഉപനിഷത്തിൻ്റെ മാഹാത്മ്യം. ഈ ഉപനിഷത്തുകൾ 10 ഈശാവാസ്യ ഉപനിഷത്ത്, അല്ലെങ്കിൽ ഈശോപനിഷത്തെന്നും ഈശം എന്നും പേരുണ്ട്. ഈശാവാസ്യം കേനം കഠം, ഈശ കേന കഠ പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, ഐതരയോപനിഷത്ത്, തൈത്തിരീയോപനിഷത്ത്, ഛാന്ദോഗ്യോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്തെന്ന് 10. ഈ 10 ഉപനിഷത്തുകളാണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഈ 10 ഉപനിഷത്തിൽ കൂടി ആത്മവിദ്യയുടെ സമ്പൂർണമായ ഒരു പ്രപഞ്ചനം, ഒരു വിശകലനം നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. ഈ അനുഭവം നൽകുന്നതാണ് ഉപനിഷത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. പക്ഷേ പലയിടത്തും ചിലപ്പോൾ ഈ ആത്മവിദ്യ ഉപദേശിച്ച് തരാൻ വേണ്ടി ചെറിയ കഥകൾ ഉപയോഗിക്കാറുണ്ട്. ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് വിഷയങ്ങളിലേക്ക് പോകുന്നത്. അപൂർവം ചിലയിടത്ത് കാണാം. പിന്നെ പലയിടത്തും ഓങ്കാര ഉപാസനയുടെയും ഗായത്രി ഉപാസനയുടെയും മാഹാത്മ്യം പറയുമ്പോൾ ഉപാസനാപ്രധാനമായി, ആ കർമ്മപ്രധാനം എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ഉപാസനയാക്കി എങ്ങനെ ഈ ജ്ഞാനത്തെ, ഈ ആത്മവിദ്യയെ കൊണ്ടുപോകാം എന്ന് കാണിക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഉപാസനാ മാർഗങ്ങൾ കൂടി ഉദാഹരിച്ചുകൊണ്ടാണ് ഈ ജ്ഞാനവിദ്യ സമ്പൂർണ്ണമായി പരിസമാപിക്കുന്നത്. ഇതാണ് ഉപനിഷത്തുകളുടെ സാമാന്യ സ്വഭാവം. ഇനി നമുക്ക് ഓരോ ഉപനിഷത്തിലേക്ക് കടന്ന് ഉപനിഷത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. Tamasu
ഈശ്വരൻ സർവ്വവ്യാപിയാണെന്നും അതിന്റെ ശക്തിയാണ് ഈ പ്രപഞ്ചമെന്നും ഉപനിഷത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. മരണാനന്തര ജീവിതത്തിന്റെ അനശ്വരതയും പ്രപഞ്ച നിലനിൽപ്പിന്റെ ശാസ്ത്രസത്യവും യുക്തിപൂർവകമായി ഇതിൽ പ്രതിപാദിക്കുന്നു. ആത്മാവും പ്രപഞ്ചവുമായുള്ള ബന്ധം, ഉപാസനാവഴികൾ തുടങ്ങിയവയെക്കുറിച്ച് പരാമർശിക്കുന്ന ഉപനിഷത്തുകളിൽ ഓംകാര ഉപാസന ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായും പറയുന്നു. ഉപനിഷത്തുകളെക്കുറിച്ചുള്ള ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നുള്ള എപ്പിസോഡുകൾ തീർച്ചയായും കേൾക്കുക. സ്റ്റോറിയോയ്ക്ക് വേണ്ടി ദ ബ്ലൂ ഡോട്ട് സ്കൂളാണ് ഈ പരമ്പര അവതരിപ്പിച്ചത്. വേദങ്ങളുടെ അന്തസത്ത. ഈ പരമ്പരയുടെ അണിയറയിൽ ശബ്ദം നൽകിയത് പ്രൊഫസർ PVV നമ്പൂതിരി, അനൂപാർ നായർ. മ്യൂസിക് ആൻഡ് ഡിസൈൻ കൃഷ്ണ കിരൺ. മന്ത്രാലാപനം സൗമ്യ പരശുരാമൻ. ഇടയ്ക്ക ഉണ്ണികൃഷ്ണൻ KP. എഡിറ്റർ ജിൻസ് അഗസ്റ്റിൻ. റെക്കോർഡിംഗ് DDM സ്റ്റുഡിയോസ് കോട്ടയം, ഇൻഹൌസ് സ്റ്റുഡിയോ. പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ അനൂപാർ നായർ.